കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ള എംപിമാരോട് വിശദീകരണം തേടാൻ ഒരുങ്ങുകയാണ് BJP. 3 ലൈൻ വിപ്പ് നൽകിയിട്ടും 20 എംപിമാർ സഭയിലുണ്ടാകാതിരുന്നത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. 3 വരി വിപ്പിലൂടെ കർശന നിർദ്ദേശം നൽകിയിട്ടും കേന്ദ്രമന്ത്രിമാരടക്കം 20 എംപിമാർ വോട്ടെടുപ്പ് വേളയിൽ ലോക്സഭയിലുണ്ടായിരുന്നില്ല. മന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ്, CR പാട്ടീൽ തുടങ്ങി ഹാജരാകാതിരുന്നവരുടെ പട്ടിക നീളുന്നു. പാർട്ടിയോട് മുൻകൂർ അനുമതി തേടിയിരുന്നോ എന്ന് വ്യക്തവുമല്ല. പക്ഷേ പേരുകൾ പുറത്തു വന്നിട്ടും ആരും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. എന്തായാലും 3ാം മോദി സർക്കാരിന്റെ കാലത്തെ ആദ്യ വോട്ടെടുപ്പിൽ നിന്ന് പ്രമുഖരടക്കം വിട്ടുനിന്നത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. ബിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും പാസാക്കാനായി 3ൽ 2 ഭൂരിപക്ഷം NDAക്കില്ലെന്ന് വോട്ടെടുപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വോട്ടെടുപ്പിൽ 20 BJP എംപിമാർ പങ്കെടുക്കാത്തത് നേതൃത്വത്തിന് ഞെട്ടലായി. ബിൽ അവതരണത്തിന്റെ വോട്ടെടുപ്പിൽ 269 വോട്ടുകളാണ് ഭരണപക്ഷത്തിന് കിട്ടിയത്. NDAക്ക് 293 സീറ്റുകൾ ഉണ്ടെന്നിരിക്കെ 20 BJP എംപിമാർ വോട്ടെടുപ്പിനെത്തിയില്ലെന്നതാണ് പാർട്ടി കണ്ടെത്തിയത്. അനുമതി വാങ്ങാതെ സഭയിൽ വരാതിരുന്ന എല്ലാവർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനാണ് തീരുമാനം. സഭയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച എംപിമാർക്ക് BJP വിപ്പ് നൽകിയിരുന്നു. സർക്കാരിന് ലോക്സഭയിൽ ഭൂരിപക്ഷമില്ലെന്ന് തെളിഞ്ഞതായി വോട്ടെടുപ്പിന് ശേഷം കോൺഗ്രസ് പരിഹസിച്ചതോടെയാണ് കാരണം കാണിക്കൽ നോട്ടീസിലേക്ക് നേതൃത്വം കടന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.